കണ്ണൻദേവൻ തേയിലയുടെ ഉത്ഭവത്തിന് കാരണമായ പരിയാരം കപ്പത്തോട് പാലം ഗതകാല പ്രൗഢിയിലേക്ക് തിരികെയെത്തുമെന്ന് പ്രതീക്ഷ. പരിയാരം പഞ്ചായത്ത് ആവിഷ്കരിച്ച ഹാപ്പിനെസ് പാർക്ക് യാഥാർത്ഥ്യമായാൽ പാലവും സ്ഥലവും സംരക്ഷിക്കപ്പെടും എന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇരുമ്പും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച പാലം നാശത്തിന്റെ അവസാന പടിയിൽ നിൽക്കുമ്പോഴാണ് ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ അടയാളപ്പെടുത്താൻ ഉതകുന്ന പഞ്ചായത്തിന്റെ പുതിയ പദ്ധതി. 1957 പൊരിങ്ങൽകുത്തും പിന്നീട് ഷോളയാർ ഡാമും നിർമ്മിക്കുന്നതിന് കപ്പത്തോട് പാലം ഉപയോഗിച്ചു. ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങളും മറ്റും ഇതിലൂടെ കടന്നുപോയി. കൊച്ചി രാജ്യത്തെ ദിവാൻമാർ വേനൽക്കാല വസതിയായ കാഞ്ഞിരപ്പള്ളി കോവിലകത്തേക്ക് കപ്പത്തോട് പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നു. കൂപ്പിലേക്കുള്ള ആനകൾക്ക് തോട് താണ്ടാൻ ആനത്താരയുണ്ടായിരുന്നതായും കുറ്റിക്കാട് സ്വദേശി എം.ഒ. വർഗീസ് ഓർമ്മിക്കുന്നു. പാലം ബ്രിട്ടീഷുകാർ പണിതാണ്. അത് ഇരുമ്പ് കൊണ്ട് തന്നെ മാത്രം അതിൻ്റെ കൈവരികളും ഒക്കെ ആയിരുന്നത്. വഴി വീതി കുറഞ്ഞ പാലായതിൻ്റെ പേരിൽ ഒരു വണ്ടി മാത്രമേ പോവുള്ളൂ. അപ്പോൾ ആ വണ്ടി പോകുമ്പോൾ ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനായിട്ട് പറ്റാത്ത കാരണം കൊണ്ട് ചാലക്കുടിക്ക് പോകുമ്പോൾ പാലത്തിൻ്റെ അടുത്ത സൈഡിൽ കൂടെ ഒരു ആനത്താര ഉണ്ടായി. സർക്കാർ വക റോഡും പാലവും വന്നതോടെ ഉപയോഗശൂന്യമായ ഇരുമ്പ് പാലം അവഗണനയിലായി. പഞ്ചായത്തിന്റെ ഹാപ്പിനെസ് പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പഴയ ബ്രിട്ടീഷ് പാലം സംരക്ഷിക്കപ്പെടുമെന്ന് പരിയാരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VM ടെൻസൺ ചൂണ്ടിക്കാട്ടി. ഇവിടെയാണ് നമ്മുടെ ഹാപ്പിനെസ് പാർക്ക്, നിർദ്ദിഷ്ട ഹാപ്പിനെസ് പാർക്ക് വരുന്ന സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബ്രിട്ടീഷ് പാലം അപ്പോൾ ഇതും സംരക്ഷിച്ചുകൊണ്ട് മൂടി പിടിപ്പിച്ച് ഇവിടെ കൈവരിയൊക്കെ വെച്ച് നാട്ടുകാർക്കും അതുപോലെ തന്നെ പുറമെയുള്ളവർക്കൊക്കെ തന്നെ വന്നിരിക്കാനും കളികൾ ഏർപ്പാടാനും വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഹാപ്പിനെസ് പാർക്ക് കൊണ്ട് പരിയാരം ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. 1887 മുൻപ് നിർമ്മിച്ചതാണ് കപ്പത്തോട് പാലമെന്നാണ് നിഗമനം. ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ ഡാനിയലാണ് കപ്പത്തോട് പാലമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. മലക്കപ്പാറയിലെത്തിയ ബ്രിട്ടീഷ് സംഘത്തിന് തേയില കൃഷിക്ക് അനുയോജ്യമായ മലനിരകൾ 2 ആദിവാസികൾ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. ഇവരുടെ പേരാണ് കണ്ണനും ദേവനും. മലക്കപ്പാറ ഉന്നതിക്കാരായ ഇവരുടെ സ്മരണ അടയാളപ്പെടുത്താൻ കൃഷി ചെയ്ത തേയിലയ്ക്ക് ബ്രിട്ടീഷുകാർ കണ്ണൻ ദേവൻ എന്ന് പേരിട്ടു. പിന്നീട് തേയിലത്തോട്ടങ്ങളും കമ്പനിയും ടാറ്റ കമ്പനി ഏറ്റെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി.